സുഹൃത്തുക്കളെ, ഗോതമ്പിൻ്റെ വെള്ളവുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ പരിപാടി എന്താ എന്ന് വെച്ചാൽ പലർക്കുമുള്ള ഒരു ആകാംക്ഷയും ഒരു ഡൗട്ടുമാണ്, ഈ ഗോതമ്പിൻ്റെ വെള്ളം സോഡയുടെ കൂടെയാണോ വെള്ളത്തിൻ്റെ കൂടെയാണോ നല്ല സ്മൂത്തായിട്ട് പോവുക എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം തണുപ്പുള്ള വെള്ളമാണ്, സോഡയും തണുപ്പുള്ള സോഡയാണ്. പിന്നെ ഈ തണുപ്പില്ലാത്ത കോക്ടെയിൽ കുടിക്കുമ്പോൾ നല്ല ഹാർഡാണ് സാധനം, അതുകൊണ്ട് തണുപ്പുള്ളത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തുടങ്ങിയാലോ? ഓരോ 30 വെച്ചിട്ട് അങ്ങോട്ട് 2 ഗ്ലാസ്സിലേക്കും ഒഴിക്കാം. നമുക്ക് ഇതിൽ പച്ചവെള്ളം ഒഴിക്കുന്നു. നല്ലോണം പതഞ്ഞു പോകുന്ന സോഡ ഒഴിക്കുകയാണ്. അപ്പോൾ വെള്ളമാണോ സോഡയാണോ ഗോതമ്പ് വെള്ളത്തിൻ്റെ കൂടെ സ്മൂത്ത് എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ഷമാസെ. ഓക്കെ, വെള്ളം സ്മൂത്തായിട്ട് പോയി ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് പുറകിൽ, അതായത് ആഫ്റ്റർ ടേസ്റ്റ്, നമുക്ക് ആ ഗോതമ്പ് വെള്ളത്തിൻ്റെ ആ ഒരു ചവർപ്പ് കിട്ടുന്നുണ്ട്. സോഡ എന്ന് വെച്ചാൽ ഈ ടേസ്റ്റിനെ കുറച്ചുകൂടി എംഫസൈസ് ചെയ്യുകയാണ്. നമ്മൾ എടുത്തിങ്ങനെ കുടിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ നമ്മുടെ മൂക്കിലേക്ക് ആ സ്മെല്ല് വരും. അതേപോലെ തന്നെ ആഫ്റ്റർ ടേസ്റ്റ് ഒന്നുമല്ല, നമ്മൾ കുടിക്കുന്ന ഹോൾ ടൈമിൽ നമ്മുടെ വായിലും മൂക്കിലും ഒക്കെ ഇതിൻ്റെ ആ ടേസ്റ്റും ആ ഒരു ഫ്ലേവറിങ് നിറഞ്ഞു നിൽക്കുകയാണ്. സോ ഗോതമ്പ് വെള്ളത്തിൻ്റെ ടേസ്റ്റും ഫ്ലേവറും നല്ല രീതിയിൽ ഭ്രാന്തമായി ഇഷ്ടമുള്ള ആളുകൾക്ക് സോഡ കൂട്ടി സെറ്റാണ്. അതൊന്നുമല്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആ സ്മെല്ലും ആ ഒരു സാധനവും കുത്തലും ഒന്നും ഇല്ലാണ്ട് സാധനം പോകണം എന്നുള്ളവർക്ക് പച്ചവെള്ളം, അതും തണുത്ത വെള്ളമാണ്. ഞാൻ വീണ്ടും പറയുന്നു, തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ഇട്ട്. അല്ലാണ്ട് സാധാ വെള്ളം ഒഴിച്ച് കുടിച്ചിട്ട് കയ്പ്പാണ്, തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ നെഞ്ചത്തൊട്ട് കയറാൻ വരരുത്. ഇനി ഇതുപോലെ എന്തൊക്കെയാണ് ഈ ഗോതമ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് നോക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ചമാസെ, നാളെ കാണാം കേട്ടോ.